നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള ചില വേദനകൾ അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചില അസുഖങ്ങൾ, ഇതൊക്കെ നമ്മുടെ മാനസിക ശീലങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ പാറ്റേൺസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്. വൈ ഈസ് ക്രോണിക് ഇൽനെസ് കണക്റ്റഡ് ടു ഇമോഷണൽ പാറ്റേൺസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ അന്തരീക്ഷത്തിൽ ഒരേ സാഹചര്യത്തിലും ഉണ്ടായിരുന്നിട്ടും ചില ആളുകൾക്ക് ക്രോണിക് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചില അസുഖങ്ങൾ വരുന്നു, ചിലർക്കില്ല. ഇതിന് ഉത്തരമുള്ളത് വെറും നമ്മുടെയൊക്കെ ഒരു ഫിസിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല, അത് നമ്മുടെ മാനസിക ശീലങ്ങൾ അല്ലെങ്കിൽ നമുക്കൊക്കെ വരുന്ന സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാനുള്ള രീതികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് റിസർച്ച് പറയുന്നത്. അതായത് ചില ക്രോണിക് രോഗങ്ങൾ, ഭയങ്കര ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ, ചില വേദനകൾ നമ്മുടെയൊക്കെ ശരീരത്തെ മാത്രം ബാധിക്കുന്നതല്ല, അവ തീർത്തും നമ്മുടെ ശരീരത്തെ മാത്രം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടി മാത്രമല്ല, നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ തോന്നലുകളും തോട്ട്സും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ഗാബോർ മാറ്റെ അതിനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. When the body say no, it's often because our emotions have been ignored for too long. നമ്മുടെ മാനസിക ആവശ്യങ്ങൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവഗണിക്കപ്പെടുമ്പോൾ, എല്ലാം മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം മനസ്സും ഒക്കെ നമ്മളറിയാതെ സ്ട്രെസ്സ് ശേഖരിച്ച് ശരീരത്തിൽ വെക്കുന്നുണ്ട്. അത് ഓരോ ഘട്ടം എത്തുമ്പോൾ പല രീതിയിലാണ് നമ്മുടെ പുറത്തേക്ക് വരിക. ഉദാഹരണത്തിന്, ഒരു ബലൂണിൽ ഫില്ല് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എയർ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്താൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. ദ സെയിം വേ നമ്മുടെ ശരീരത്തും നമ്മുടെ മനോഭാവത്തിനും നമ്മുടെ മാനസിക ആരോഗ്യങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരുപാട് സ്ട്രെസ്സും ഇമോഷണൽ ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ അത് പല രീതിയിലായിട്ടായിരിക്കും നമ്മുടെ ബോഡി അതിനെ കാണിച്ചു വരിക. ഇമോഷണൽ ഹാബിറ്റ്സ് ലിങ്ക് ടു ക്രോണിക് ഇൽനെസ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ടിട്ട് നമ്മളിത് എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ്, പ്രയോറിറ്റൈസിങ് അതേഴ്സ് നീഡ്സ് ഓവർ യുവർ ഓൺ. സ്വന്തം ആവശ്യങ്ങൾ അവഗണിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരിലും എപ്പോഴും മറ്റുള്ളവരുടെ മാനസിക ആവശ്യങ്ങൾക്ക് മുൻഗണനയിൽ വെക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്ട്രെസ്സ് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നമുക്കിഷ്ടമില്ലെങ്കിൽ പോലും മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യങ്ങളുടെ മുൻഗണനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ റിസർച്ച് വ്യക്തമാക്കുന്ന ഇതാണ്, ഇതൊരു പ്രൊലോങ് സ്ട്രെസ്സ് സൃഷ്ടിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ ദുർബലമാക്കുന്നുണ്ട് അല്ലെങ്കിൽ വീക്ക് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ്, ഓവർ ഐഡൻറ്റിഫൈങ് വിത്ത് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ വല്ലാത്ത ഒരുപാട് ഡ്യൂട്ടീസ് എടുക്കുക, ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏറ്റെടുക്കുക, ഞാൻ തന്നെ എല്ലാം പ്ലാൻ ചെയ്യണം, എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ബേൺ ഔട്ട് ആവുകയും നമ്മുടെ ഇമോഷൻസും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ ശരീരം സ്ഥിരം ഒരു ഓവർ ഡ്രൈവിലേക്ക് തള്ളുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് പോകുമ്പോൾ നമ്മുടെ കോർട്ടിസോൾ കൂടാനും ബോഡിയിൽ പലതരത്തിലുള്ള വേദനകളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. തേർഡ്, സപ്രസിങ് ഹെൽത്തി ആങ്കർ. നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെടാം. പക്ഷെ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ കോപം അടക്കി പിടിച്ച് വെക്കുന്ന അല്ലെങ്കിൽ മുഴുവനായിട്ടും നമ്മുടെ പാർട്ട്ണറോട് പറയാതിരിക്കുക, അല്ലെങ്കിൽ കോപമുള്ളപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ളപ്പോൾ നമ്മൾ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. അപ്പം ഇത്തരത്തിൽ മനസ്സിൽ അടച്ചു വെക്കുന്നത് ശരീരത്തിൽ അവശേഷിക്കുന്ന സ്ട്രെസ്സ് വർദ്ധിപ്പിക്കുകയും നമുക്കൊരു ഹൃദയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതകൾ ഉയർത്തുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത പഠനം പറയുന്നത്. ഫോർത്ത്, ബിലീവിങ് യു ആർ റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ് ഇമോഷൻസ്. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് ഞാനൊരു ഉത്തരവാദിയാണ് എന്ന് സ്വയം വിശ്വസിച്ച് എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന് സ്വയം തോന്നുകയും അവരെ ഒന്നും നിരാശപ്പെടുത്തരുത് എന്നുള്ളൊരു വിചാരത്തിൽ നമ്മളെപ്പോഴും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളിലുള്ള ഒരു ആൻസൈറ്റിയും തളർച്ചയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഇഗ്നോറിങ് സെൽഫ് കെയർ. സ്വയം നമ്മൾ സംരക്ഷിക്കാതെ അത് അവഗണിച്ചുകൊണ്ടിട്ട് ശരിയായൊരു വിശ്രമവും ബൗണ്ടറീസും സൃഷ്ടിക്കാതെ നമ്മളെപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയും മനസ്സും ഒക്കെ സ്ട്രെസ്സ് വീണ്ടും ശരീരത്തിലേക്ക് തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇത് ഒരു കെയർ ഇല്ലാണ്ടാകുമ്പോൾ ചിലപ്പോൾ അതൊരു മൈഗ്രെയിൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റൊമക്ക് ഇഷ്യൂസ് ആയിട്ട് വരാം. അങ്ങനെ പലതരത്തിലുള്ളൊരു വേദന, ഫിസിക്കൽ പെയിൻ ആയിട്ട് ഇത് പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സയൻസ് ഓഫ് ഇമോഷണൽ സ്ട്രെസ്. ഫസ്റ്റ്, ക്രോണിക് സ്ട്രെസ് ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ. നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പല സ്ട്രെസ്സുകളും നമ്മുടെ ശരീരത്തിലേക്കുള്ള ഇൻഫ്ലമേഷൻസ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. നമുക്ക് ആർത്രൈറ്റിസും അല്ലെങ്കിൽ ജോയിൻറ്റ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസും ഒക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയ രോഗമോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സോ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ്, ദ അമിഗ്ഡാല, ദ ഫിയർ സെൻറ്റർ. നമ്മുടെയൊക്കെ ഭയം ഉളവാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററായിട്ടുള്ള അമിഗ്ഡാല സ്ട്രെസ്സ് കാരണം പൂർണ്ണമായിട്ടും ഒരു ഓവർ ആക്റ്റീവായിട്ട് എപ്പോഴും ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന നിലയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വളരെയധികം തളർച്ച കൊണ്ടുവരികയും ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇത്തരം സിറ്റുവേഷനിലൂടെ നമ്മുടെ ബോഡിയും മനസ്സും ഒക്കെ പോകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാനസിക ശാരീരിക സംരക്ഷണം നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി ഫസ്റ്റ് ബൗണ്ടറി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പറയേണ്ട സമയത്ത് ഒരു കുറ്റബോധമില്ലാതെ നോ പറയാനായിട്ട് സാധിച്ച് നമ്മളെ തന്നെ സംരക്ഷിക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് മറ്റൊരാളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സപ്രസ് ചെയ്യാതെ, ആങ്കർ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആവട്ടെ, അത് സപ്രസ് ചെയ്ത് വെക്കാതെ ഒരു ഹെൽത്തി വേയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മൂന്ന്, സെൽഫ് കെയർ. നമ്മൾ നമ്മുടെ ഒരു 10 മിനിറ്റെങ്കിലും ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിലൂടെയോ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന സ്ട്രെസ് അത് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ റെസ്പോൺസിബിൾ ആകുക എന്നുള്ളതാണ്.